ഒരുപാട് പാഠങ്ങളുള്ള മാസമാണ് ശഹ്റുല്ലാഹിൽ മുഹറം. ഞാൻ ഇന്നലെ സിറാജുൽ ഹുദയിൽ ദിക്ർ ഹൽഖയിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് അല്പം സംസാരിച്ചിരുന്നു. ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഓ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച ഈ മാസം നമ്മുടെ ഹിജ്റ വർഷത്തിന്റെ ആരംഭം മുഹറം കൊണ്ടാണ് സാധാരണ എണ്ണി വരുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഹിജ്റ 16-17 വർഷങ്ങളിൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു രേഖ കൊണ്ടുവന്ന് ഹാജരാക്കിയപ്പോൾ ആ രേഖയിൽ ശഅബാൻ മാസത്തിൽ അവധിയെത്തിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ മഹാനവകൾ ചോദിച്ചു, അയ്യു ശഅബാൻ, ഏത് ശഅബാൻ മാസമാണ്? കഴിഞ്ഞ കൊല്ലത്തെ ശഅബാനാണോ, ഈ വർഷത്തെ ശഅബാനാണോ, അടുത്ത വർഷത്തെ ശഅബാനാണോ ഈ രേഖയിലുള്ളത് എന്ന് വ്യക്തമല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അവധികളും തീരുമാനങ്ങളും വിഷയങ്ങളും മനസ്സിലാക്കാൻ ഒരു കലണ്ടർ ആവശ്യമാണ്, ഒരു വർഷം കണക്കാക്കാൻ ഒരു രീതി ആവശ്യമാണ്. അതിന് നിങ്ങളൊക്കെ അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടി ഒരു മുശാവറ ചേർന്നപ്പോൾ ആ മുശാവറ യോഗത്തിൽ വെച്ച് ചില ആളുകൾ പറഞ്ഞു, ഫ്രാൻസിലും റൂമിലുമൊക്കെ കലണ്ടറുണ്ട്, അത് അവിടുത്തെ രാജാക്കന്മാരുടെ ഭരണത്തെ കണക്കിലെടുത്തുകൊണ്ട് വർഷാരംഭം കുറിച്ച് അങ്ങനെ ഉണ്ടാക്കിയ വർഷത്തിന്റെ കലണ്ടറാണ്. അത് നമുക്കും പിന്തുടർന്നാൽ എന്താണെന്ന് ചോദിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് വെറുത്തു. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മഹത്തായ ആശയമാണ്, അത് വലിയ വ്യക്തിത്വം സൂക്ഷിക്കേണ്ട മതമാണ്. അത് വേറെ ഏതെങ്കിലും കക്ഷികളുടേതൊന്നും നമ്മൾ കടമെടുക്കേണ്ട ആവശ്യമില്ല. ഒരു വിഷയത്തിലും മറ്റൊരു കക്ഷികളുടേത് മുസ്ലിങ്ങൾക്ക് കടമെടുക്കേണ്ട ആവശ്യമില്ല. മുസ്ലിങ്ങൾക്ക് അവരുടെ വ്യക്തിത്വം നിലനിർത്തി ഇസ്ലാം പരിപൂർണമായി ഉൾക്കൊള്ളാൻ മാത്രം അതത്രയും വിശാലമാണ്, അത്രയും സുന്ദരമാണ്, അത്രയും സുതാര്യമാണ്, അത്രയും മഹത്വമേറിയതാണ്, അത്രയും പവിത്രതയുള്ളതാണ് ഇസ്ലാം. അതുകൊണ്ട് ഫ്രാൻസിന്റെ അതേ പേർഷ്യക്കാരുടേതോ അല്ലെങ്കിൽ അതാ റോമൻകാരുടേതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രക്കാരുടേതോ ഏതെങ്കിലും മതവിഭാഗത്തിന്റെയോ ഒന്നും നമ്മൾ പിന്തുടരേണ്ടവർ അല്ല. നമുക്ക് നമ്മുടേത് തന്നെയാകണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ചില സ്വഹാബത്ത് പറഞ്ഞു, എന്നാൽ നമുക്ക് വർഷത്തിന്റെ തുടക്കം 1-ാം വർഷം 2-ാം വർഷം എന്ന് എണ്ണി വരാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം നടന്ന വർഷം മുതൽക്ക് കൊല്ലം കണക്കാക്കി വരാം. ചിലര് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്ത് കിട്ടിയ സമയം മുതൽക്ക് നമുക്ക് വർഷം കണക്കാക്കാം. എല്ലാം വലിയ വലിയ നിഅമത്തുകളാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം വലിയ അനുഗ്രഹമാണ്, അവിടുത്തേക്ക് നുബുവത്ത് കിട്ടിയത് വലിയ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്യാഗോജ്വലമായ ഒരു യാത്ര നടത്തിയില്ലേ? സ്വന്തം നാടും വീടും വിട്ടുകൊണ്ട് സ്വന്തത്തിലും മറ്റുള്ളവർക്കും എല്ലാ പുരോഗതികളും ഭൗതികം അല്ല പാരത്രികമായ പുരോഗതികൾ കൈവരിക്കാനും ഈമാൻ വിതരണം ചെയ്യാനും ഈമാൻ നിലനിർത്താനും ഇസ്ലാം പ്രചരിപ്പിക്കാനും വേണ്ടി സ്വന്തം വീട്ടിൽ നിന്നിറങ്ങി 500ഓളം കിലോമീറ്റർ അകലെ മരുഭൂമിയിലൂടെ നടത്തിയ ഒരു ഹിജ്റയില്ലേ, ലോകപ്രശസ്തമല്ലേ ഹിജ്റ. ആ ഹിജ്റയെ കണക്കാക്കി നമുക്ക് കലണ്ടർ ആരംഭിക്കാമെന്ന് ചിലര് പറഞ്ഞപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ത്യാഗോജ്വലമായ ഹിജ്റ നടന്ന വർഷം മുതൽക്ക് കൊല്ലം തുടങ്ങി എണ്ണുന്ന രീതിയുണ്ടാക്കാമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ സഹാബത്തിന്റെ ഇജ്മാഅ് കൊണ്ട് സഹാബത്ത് ഏകോപിതമായി തീരുമാനിച്ചതാണ് ഹിജ്റ കലണ്ടർ എന്ന് പറയുന്നത്. അങ്ങനെ ആ ഹിജ്റ വർഷം വാസ്തവത്തിൽ ഹിജ്റ നടക്കുന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതും റബീഉൽ അവ്വലിലാണ്.
മദീനയിൽ എത്തിച്ചേർന്നത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. അവിടുന്ന് ജനിച്ചതും അങ്ങനെ തന്നെയാണ്. മദീനയിൽ വരുമ്പോൾ സഹാബത്ത് മൗലിദ് ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റബീഉൽ അവ്വൽ 12 സ്വീകരിച്ചതാണ്. അന്ന് ചൊല്ലിയ പദ്യമാണ് തലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്റു അലൈനാ മദഅ ലില്ലാഹി ദാഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിൽ സന്തോഷം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ പേരിൽ നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ പേരിൽ സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ തുടർന്ന് നടക്കേണ്ടതുണ്ടെന്ന് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയിൽ സഹാബത്ത് ചൊല്ലിയ മൗലിദിൽ സഹാബത്ത് അന്ന് തന്നെ ചൊല്ലി പഠിപ്പിച്ചതാണ്. വജബ ശുക്റു അലൈനാ മദഅ ലില്ലാഹി ദാഇ. ബാങ്ക് കൊടുക്കുന്ന ഒരൊറ്റ മനുഷ്യനെങ്ങാനും ജീവിച്ചിരിക്കുന്ന കാലത്തോളം നബി തങ്ങളുടെ വരവ് പ്രമാണിച്ചുകൊണ്ട് പടച്ച റബ്ബിന് ശുക്ർ ചെയ്ത് സൽക്കർമ്മം ചെയ്യൽ കടപ്പാടാണ്.